മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ഭയങ്കരമായ കാറ്റും വീശിക്കൊണ്ടിരിക്കുന്നു. ഘൻശ്യാം തന്റെ പാടത്ത് ചോളം പറിക്കുകയാണ്. അദ്ദേഹം നനഞ്ഞ് വളരെ തളർന്നിരിക്കുകയാണ്. ദൂരെ കൂരയുടെ താഴെ സുഗി നിൽക്കുകയായിരുന്നു. അദ്ദേഹം ഘൻശ്യാമിനെ ഒരു ചിരിയോടുകൂടി നോക്കിക്കൊണ്ടേ നിന്നു. എന്റെ ദൈവമേ, ഇതെന്താ ഇങ്ങനെ നടന്നുപോയി? ഒരു പക്ഷേ ഈ ചോളക്കതിരുകൾ നനഞ്ഞു പോയാൽ ഞാൻ നശിച്ചു പോവും. ഈ വർഷം മുഴുവതും ഞാൻ കഷ്ടപ്പെട്ടത് എല്ലാം വീണായി പോവും. കളിയാക്കുന്നത് പോലെ സുഗി എന്തു പറഞ്ഞെന്നാൽ, ചേടാ ഘൻശ്യാമേ, എന്തിനാ ഇത്രയ്ക്ക് അധ്വാനിക്കുന്നത്? ഈ കൊടുങ്കാറ്റ് മഴ കാരണം നിന്റെ ചോളക്കതിരുകൾ ആരും വാങ്ങിച്ചില്ല. ഇത് ചീത്തയാണ് ചോളം എന്ന് പറഞ്ഞ് ഇത് ആരും വാങ്ങിച്ചില്ല. ഘൻശ്യാമിന് ഇത് കേട്ട് വല്ലാതെ സങ്കടം വന്നു. പക്ഷെ അദ്ദേഹം സുഗി പറഞ്ഞ കാര്യം കൂട്ടാക്കാതെ തന്റെ ജോലി ചെയ്തുകൊണ്ടേയിരുന്നു. ഇല്ല, ഞാൻ തോൽവി സമ്മതിക്കില്ല. ഇത് എല്ലാവற்றிനെയും ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോയി ചേർക്കണം. ഇത് വെച്ചാണ് ഞാനും താരിക്കാവും വീട്ടിലെ കാര്യങ്ങൾ നോക്കണം. ഘൻശ്യാം, ഞാൻ പറയുന്നത് കേൾക്ക്. ഈ നനഞ്ഞു പോയ ചോളം എന്തിനും ഉപയോഗപ്പെടില്ല. ഇത് ഇങ്ങനെ തന്നെ വിട്ടിട്ട് വീട്ടിൽ പോയി ഉറങ്ങിയേക്ക്. കാരണം ഈ മഴ വിടില്ല. ഇനിയും 2 ദിവസങ്ങൾ വരും. സുഖി ചേട്ടാ, എനിക്ക് നിങ്ങളെ കൊണ്ട് സഹായം ചെയ്യാൻ പറ്റില്ലെങ്കിലും ദയവായിട്ട് എൻ്റെ വിശ്വാസത്തിനെ നശിപ്പിക്കണ്ട. എൻ്റെ അധ്വാനം മണ്ണോട് പോകുന്നത് എന്നെ കൊണ്ട് കാണാൻ പറ്റില്ല. ഘൻശ്യാം ചോളം മുഴുവൻ ഒരു ചാക്കിലാക്കി കെട്ടിയെടുത്തു. എന്നിട്ട് തന്റെ വീട്ടിലേക്ക് അദ്ദേഹം നടന്നു പോകാൻ തുടങ്ങി. അദ്ദേഹം പോകുന്നത് സുഗി നോക്കി നിന്നു. എന്നിട്ട് ചിരിക്കാൻ തുടങ്ങി. ഘൻശ്യാം ആ ചോളമുള്ള ചാക്കെടുത്തുകൊണ്ട് വീട്ടിലേക്ക് വന്നു. അദ്ദേഹം ചാക്ക് കെട്ട് കൊണ്ടുവന്ന് താഴേക്ക് ഇറക്കി വെച്ചു. അദ്ദേഹം നന്നായി നനഞ്ഞു കുളിച്ചിരുന്നു. അദ്ദേഹത്തിന് തണുത്ത് വിറയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് താരിക അദ്ദേഹത്തിന് വേണ്ടി ഒരു ടവലും മാറ്റാനുള്ള വസ്ത്രവും കൊണ്ടുവന്നത്. താരികയ്ക്ക് അദ്ദേഹത്തെ കണ്ടിട്ട് വല്ലാതെ വിഷമമായി. എന്താ ചേട്ടാ ഇത്, ഇങ്ങനെ നനഞ്ഞിരിക്കുന്നു? ഈ തണുപ്പത്ത് ആരാ ഇങ്ങനെയൊക്കെ ജോലി ചെയ്യുക? വേഗം നിങ്ങൾ ഈ തുണി മാറ്റിക്കോളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അസുഖം പിടിക്കും. താരിക, എൻ്റെ തുണിയെ പറ്റി വിഷമിക്കണ്ട. ആദ്യം ഈ ചോളക്കതിരുകളെ നോക്ക്. എല്ലാ ചോളക്കതിരുകളും നനഞ്ഞു പോയിട്ടുണ്ട്. ഇതിനെ മാർക്കറ്റിൽ ഇനി ആരും വാങ്ങിച്ചില്ല. നമ്മൾ എന്ത് കഴിക്കാനാ? താരിക ആ ചോളത്തിനെ നോക്കി. അത് കാണാൻ നല്ല ഫ്രഷ് ആയിരുന്നു. പക്ഷെ അത് മുഴുവനായി നനഞ്ഞിരിക്കുകയായിരുന്നു. നിങ്ങൾ വിഷമിക്കാതെ ഇരിക്കൂ. എല്ലാ പ്രശ്നത്തിനും തീർച്ചയായും എന്തെങ്കിലും ഒരു പരിഹാരം കാണും. അങ്ങനെ ആരും ഈ ചോളം വാങ്ങിയില്ലെങ്കിൽ നമ്മൾ ഇത് വെച്ച് വേറെ എന്തെങ്കിലും ഒന്ന് ചെയ്യാം. എന്ത് ചെയ്യാനാ? ജനങ്ങൾ ഈ മഴക്കാലത്ത് ചൂടുള്ള ടീയും പക്കോടയും കഴിക്കും. ഈ നനഞ്ഞു പോയ ചോളക്കതിരുകളെ എന്ത് ചെയ്യാനാ? ഇത് ചീത്തയായി പോകുമല്ലേ? താരിക കുറച്ചു സമയം ചിന്തിച്ചു. അതിനുശേഷം നമ്മൾ ഇത് ഉപയോഗിച്ച് ഒരു പുതിയ ആഹാരം കണ്ടുപിടിക്കാം. ഈ തണുപ്പത്ത് എല്ലാവരും കഴിക്കാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ എന്തെങ്കിലും നമ്മൾ ചെയ്യാം. ചൂടായ മസാല നിറഞ്ഞ ചോളം സൂപ്പ്. ചോള സൂപ്പോ? നമ്മളുടെ ഗ്രാമത്തിലെ ഇതുവരെ ആരും ഇതുപോലെ ഒരു പേരിനെ കേട്ടിട്ടേ ഇല്ല. ജനങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുമോ എന്തോ? നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോളൂ, ഇത് എല്ലാവർക്കും ഇഷ്ടമാകും. നിങ്ങൾ വേഗം ഡ്രസ്സ് മാറ്റിയിട്ട് വരൂ, ഞാൻ അത് ചെയ്യാനുള്ള ഏർപ്പാടുകൾ ചെയ്യാം. ഘൻശ്യാം തന്റെ വസ്ത്രങ്ങൾ വാങ്ങി. എന്നിട്ട് അദ്ദേഹം അകത്തേക്ക് പോയി. താരിക ചോളം കൊണ്ടുള്ള സൂപ്പ് ചെയ്യാനുള്ള ഏർപ്പാടുകളൊക്കെ തുടങ്ങി. അവരൊരു കൂർത്ത കത്തി കൊണ്ട് ആ ചോളം എല്ലാം തന്നെ ഇളക്കിയെടുത്ത് വലിയ പാത്രത്തിൽ കൂട്ടി വെച്ചു. വസ്ത്രം മാറ്റിയതിനു ശേഷം ഘൻശ്യാമും അവരെ സഹായിച്ചു. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ചേർത്ത് ഒരു പേസ്റ്റാക്കി അദ്ദേഹം അരച്ചെടുത്തു. ആ കൂട്ടിന്റെ മണം ആ കിച്ചൺ മുഴുവനും പരന്നിരിക്കുകയായിരുന്നു. ഈ മണം വളരെ നന്നായിട്ടുണ്ട് താരിക. പക്ഷേ എനിക്ക് പേടിയായിട്ടുണ്ട്. ഈ ഗ്രാമത്തിലെ ജനങ്ങൾ പുതിയ കാര്യങ്ങളെ വേഗത്തിൽ ഏൽക്കില്ല. നിങ്ങൾ പേടിക്കാതിരിക്കൂ. മഴക്കാലത്ത് എല്ലാവർക്കും ചൂടായി ക്രിസ്പിയായി എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നും. നമ്മൾ ഇതിൽ കുറച്ച് വെണ്ണയും പിന്നെ കുരുമുളകും നമുക്ക് ചേർക്കാം. രണ്ടുപേരും ചേർന്ന് ആ ഇളക്കി വെച്ച ചോളത്തെ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ടു. ഘൻശ്യാം ആ ചോളം നന്നായി വേകാനായി അതിനെ കലക്കിക്കൊണ്ടേയിരുന്നു. ചോളത്തിന്റെ സ്റ്റാർച്ച് ആ വെള്ളത്തിനെ കട്ടിയുള്ളതാക്കി മാറ്റി. കുറച്ചു സമയത്തിനകം സൂപ്പും റെഡിയായി കഴിഞ്ഞു. ഇപ്പോൾ ഇതിൽ മസാലകൾ ഇടുന്നത് കൊണ്ട് ഇതിന്റെ രുചി വീണ്ടും അധികമാകും. താരിക ആ സൂപ്പിലേക്ക് മുളക് പേസ്റ്റ്, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ഉപ്പും അവർ ചേർത്തു. സൂപ്പ് നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിരുന്നു. ഘൻശ്യാമും താരികയും ആ സൂപ്പ് കുറച്ചെടുത്ത് കുടിച്ചു നോക്കി. കൊള്ളാമല്ലോ, ഇതിന്റെ രുചി ഒരുപാട് അടിപൊളിയായിട്ടുണ്ട്. ഇത് രുചിയോടെ ഇരിക്കുന്നത് മാത്രമല്ലാതെ ആരോഗ്യമായിട്ടും ഉണ്ടാവും. ശരി, വരൂ.
ഇപ്പോൾ നമ്മൾ ഇത് ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് നമ്മൾ ഗ്രാമത്തിന്റെ മധ്യത്തിലേക്ക് ഇത് കൊണ്ടുപോകാം. ഘൻശ്യാം ആ സൂപ്പിനെ ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റി. പിന്നെ അതിന്റെ ചൂട് പോകാതിരിക്കാൻ അതിനെ ഒരടപ്പ് കൊണ്ട് മൂടുകയും ചെയ്തു. സമയം വൈകുന്നേരമായി. ഗ്രാമത്തിന്റെ മധ്യത്തിൽ ചോട്ടേലാലും സുഗിയും ഒരു ചായക്കടയിൽ ഇരുന്നു കൊണ്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മഴ അപ്പോഴും നിൽക്കാതെ പെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. നമ്മളുടെ ഗ്രാമത്തിലെ ഇതുപോലുള്ള മഴയിനെ ഒരുപാട് കൊല്ലങ്ങൾ പിന്നെ കാണുന്നുണ്ട്. അതേ ചോട്ടേലാൽ ചേട്ടാ, ഈ ഗ്രാമത്തിലെ ആൾക്കാരെ കാണാൻ പറ്റുന്നേ ഇല്ല. അപ്പോഴാണ് താരികയും ഘൻശ്യാമും ഒരു വണ്ടിയിൽ വെച്ച് അവരുടെ സൂപ്പ് എടുത്തുകൊണ്ട് അവിടേക്ക് വന്നത്. രണ്ടുപേരും മഴയിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടി ആ കുടിലിന് താഴെ വന്നു. ആ സൂപ്പിന്റെ മണം അവിടെ മുഴുവനും പരന്നു വീശാൻ തുടങ്ങി. ചേടാ ഘൻശ്യാമേ, ഇത് എന്താ സുഗന്ധം വരുന്നു? ഇത് താരിക കൈകൊണ്ട് ഉണ്ടാക്കിയ മായമാണ്. ഇതിനെയാണ് ചോള സൂപ്പ് എന്ന് പറയും. ചോള സൂപ്പോ? എന്താ പുതിയതായിട്ടുണ്ട്? ഘൻശ്യാം ആ സൂപ്പ് അടച്ചു വെച്ചിരുന്ന പാത്രം എടുത്തു. എന്നിട്ട് ആ സൂപ്പ് ഒരു മൺപാത്രത്തിലേക്ക് ഒഴിച്ചു. അത് ചോട്ടേലാലിന്റെ കയ്യിൽ അദ്ദേഹം നൽകി. ആദ്യം നിങ്ങൾ ഇത് കഴിച്ചു നോക്ക്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ കാശ് തരണ്ട. ചോട്ടേലാൽ ചെറിയ സംശയത്തോടെ ആ സൂപ്പ് കുടിക്കാൻ തുടങ്ങി. പക്ഷെ ഒരു വായി കുടിച്ചതും അദ്ദേഹത്തിന് അത് ഒരുപാട് ഇഷ്ടമായി. വാവ്, ഇത് ഒരുപാട് അടിപൊളിയായിട്ടുണ്ട്. ഇത് കഴിച്ചതിന് ശേഷം എൻ്റെ ശരീരത്തിൽ ഒരു പുതിയ ആരോഗ്യം വന്നതുപോലെ തോന്നുന്നു. എന്ത് നേരാണോ? നീ എൻ്റെ അടുത്ത് കള്ളം പറയില്ലല്ലേ? ഇത് നിങ്ങൾ തന്നെ കുടിച്ചു നോക്കൂ. ഇത്ര രുചിയുള്ള സൂപ്പ് ഇതിനു മുൻപ് നിങ്ങൾ കുടിച്ചേ കാണില്ല. ഘൻശ്യാം സുഗിയുടെ കയ്യിലും സൂപ്പ് നൽകി. സുഗി ഒരേ ഒരു സ്പൂൺ എടുത്ത് ആ സൂപ്പ് കുടിച്ചു. പിന്നെ അദ്ദേഹത്തിനും ഇത് ഒരുപാട് ഇഷ്ടമായി. ഇത് ശരിക്കും ഒരുപാട് അടിപൊളിയായിട്ടുണ്ട്. ഘൻശ്യാം, നീ ഇത് എങ്ങനെയാണ് ചെയ്തത്? ഇത് ഞങ്ങളുടെ വീട്ടിൻ്റെ രഹസ്യമാണ് സുഖിച്ചേട്ടാ. നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ ഒരു പാത്രം വെറും 5 രൂപ മാത്രമാണ്. സുഗിക്ക് ആ സൂപ്പിന്റെ രുചി ഒരുപാട് ഇഷ്ടമായി. പക്ഷെ അതിന് കാശ് കൊടുക്കണമെന്നുള്ളത് അദ്ദേഹത്തിന് ഒട്ടും അംഗീകരിക്കാനായില്ല. രാത്രി സുഗി തന്റെ അടുക്കളയിൽ അടുപ്പിന് മുന്നിൽ നിൽക്കുകയായിരുന്നു. അടുപ്പത്ത് വെള്ളം തിളയ്ക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ കൈവശം കുറച്ച് അഴുകിപ്പോയ ചോളങ്ങൾ ഉണ്ടായിരുന്നു. ഘൻശ്യാം ഈ ഗ്രാമത്തിലിരിക്കുന്ന ഒരു പാവപ്പെട്ട കൃഷിക്കാരനാണ്. പക്ഷേ അവനെയാണ് എല്ലാവരും പുകഴ്ത്തുന്നത്. ഞാനും ഇപ്പോൾ ചോള സൂപ്പ് ചെയ്യാൻ പോകുന്നുണ്ട്. പിന്നെ അവനേക്കാളും ഒരുപാട് അധികം സമ്പാദിക്കും. സുഗി ആ ചോളങ്ങളെ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് എടുത്തിട്ടു. എന്നിട്ടത് കലക്കാൻ തുടങ്ങി. പക്ഷെ ഇത്തവണ ആ വെള്ളത്തിൽ നിന്നും പുക പുറത്തേക്ക് വരാൻ തുടങ്ങി. ചീഞ്ഞഴുകിയ ചോളത്തിന്റെ മണം പുറത്തേക്ക് വരാൻ തുടങ്ങി. സുഗി താൻ ചെയ്ത സൂപ്പിനെ കഴിച്ചു നോക്കി. എന്താ ഇത്? ഇത് കഴിക്കാൻ വിഷം പോലെ ഉണ്ട്. ഇതിൽ കുറച്ച് പോലും രുചിയേ ഇല്ല. എനിക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ ഘൻശ്യാം ആ സൂപ്പിൽ മാന്ത്രിക മസാല കലർന്നിട്ടുണ്ടാവും. അത് എന്താണെന്ന് ഞാൻ നാളെ തന്നെ അറിയണം. അടുത്ത ദിവസം രാവിലെ ഘൻശ്യാമും താരികയും വീണ്ടും അവരുടെ കിച്ചണിൽ സൂപ്പ് ഉണ്ടാക്കുകയായിരുന്നു. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇതെല്ലാം സുഗി ജനലിൽ കൂടി മറഞ്ഞിരുന്ന് നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. താരിക ആ സൂപ്പിലേക്ക് കുരുമുളക് പൊടി ഇടുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു. സൂപ്പ് താരിക കലക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്തു നിന്നും ആരോ വിളിക്കുന്ന ശബ്ദം അവർക്ക് കേട്ടു. ചേട്ടാ, ഘൻശ്യാം ചേട്ടാ എവിടെ ഉണ്ട്? ശബ്ദം കേട്ടതും ഘൻശ്യാമും താരികയും വീട്ടിൽ നിന്നും പുറത്തേക്ക് വന്നു. അപ്പോഴാണ് സുഗി അടുത്തേക്ക് ചെന്നത്. അദ്ദേഹം കരുതി ആ ഡപ്പയിലുള്ളത് എന്തോ മാന്ത്രിക പൊടിയാണെന്ന്. അദ്ദേഹം എങ്ങനെയോ ജനാലയിൽ കൂടി ആ പൊടിയുള്ള ഡബ്ബ കയ്യിലെടുത്തു. അദ്ദേഹം അത് മോഷ്ടിക്കുന്ന കാര്യത്തിൽ വിജയിച്ചു. ഉടനെ അദ്ദേഹത്തിന്റെ മുഖത്ത് വല്ലാത്തൊരു ചിരി വന്നു. ഇനിയാ ഘൻശ്യാമിനെ ഞാൻ ആരാണെന്ന് കാണിക്കുന്നു. അദ്ദേഹം ആ ഡബ്ബ തുറന്ന് അതിനകത്ത് എന്താണുള്ളതെന്ന് നോക്കാനായി ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ തോളത്ത് ഒരു കൈ വന്നു കൊണ്ടു. സുഗി ശരിക്കും ഞെട്ടിപ്പോയി. സുഗി ഉടനെ തിരിഞ്ഞു നോക്കി. അത് മറ്റാരുമല്ലായിരുന്നു. അവിടെ ഗജു ചേട്ടൻ നിൽപ്പുണ്ടായിരുന്നു. ആഹാ, ഞാൻ ഇരിക്കുമ്പോൾ മോഷണമോ? ഞാൻ പറഞ്ഞല്ലേ, മോഷ്ടിക്കുന്നത് വളരെ തെറ്റായ കാര്യമാണ്. ഗജു ഏട്ടൻ അവന്റെ കയ്യിലുള്ള ആ ഡബ്ബ പിടിച്ചു വാങ്ങി. എന്നിട്ട് സുഗിയുടെ മുഖത്ത് കൈ മുറുക്കി ഒരൊറ്റ ഇടി കൊടുത്തു. സുഗി, ഘൻശ്യാം, ചോട്ടേലാൽ പിന്നെ താരികയുടെ മുന്നിൽ ചെന്ന് വീണു. രണ്ടുപേരും സുഗിയെ കണ്ടതും വല്ലാതെ ഞെട്ടിപ്പോയി. അവർ പെട്ടെന്ന് ഗജു ചേട്ടനെ ശ്രദ്ധിച്ചു. അദ്ദേഹം തന്റെ കയ്യിൽ ആ ഡപ്പയോടൊപ്പം അവിടെ നിൽക്കുകയായിരുന്നു. ഗജു ചേട്ടാ, എന്താണിത്?
എന്താണ് കാര്യം? ഈ സുഖി എപ്പോഴും തിരുന്താൻ പോകുന്നേയില്ല. ഇവൻ നിങ്ങളുടെ അടുക്കളയിൽ നിന്ന് ഈ ഡബ്ബ മോഷ്ടിച്ചു. ഈ ഡബ്ബയോ? പക്ഷേ സുഗി, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? ഞാനും നിങ്ങളെ പോലെ ചോള സൂപ്പ് ചെയ്ത് പൈസ പിന്നെ പുകഴ്ചകൾ വാങ്ങണമെന്ന് വിചാരിച്ചു. പക്ഷേ എന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ മാന്ത്രിക പൊടിയെ മോഷ്ടിക്കണമെന്ന് വിചാരിച്ചത്. സുഗി, വിജയിക്കുന്നതിന് എളുപ്പമുള്ള വഴി ഒന്നും തന്നെ ഇല്ല. പിന്നെ ഈ ഡബ്ബയിലുള്ളത് മാന്ത്രിക പൊടിയുമല്ല, ഞാൻ പൊടിച്ചു വെച്ച കുരുമുളക് പൊടിയാണ്. സുഗി ഞെട്ടിപ്പോയി എല്ലാരെയും നോക്കി. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ശരിക്കും യാതൊരു വസ്തുവിലും മന്ത്രം എന്നതൊന്നുമില്ല, അത് നല്ല ചിന്തകളിലാണുള്ളതെന്ന്. എന്നെ ക്ഷമിച്ചേക്കൂ. ഇനി ഞാൻ അത്യാഗ്രഹം കാണിക്കില്ല, തിമിറും കാണിക്കില്ല. ചില ദിവസങ്ങൾ കടന്നുപോയി. മഴ ഇപ്പോഴും നന്നായി പെയ്തുകൊണ്ടേയിരിക്കുന്നു. ഘൻശ്യാമും താരികയും തങ്ങളുടെ വണ്ടിയിൽ ചൂടുള്ള രുചിയുള്ള ചോള സൂപ്പ് അതേ ഗ്രാമത്തിന്റെ മധ്യത്തിൽ ഇപ്പോഴും വിറ്റുകൊണ്ടിരിക്കുകയാണ്. ഗജച്ചേട്ടനും അവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം ഒരു പുതിയ രീതിയിലുള്ള മെഷീൻ കൊണ്ട് ജനങ്ങൾക്ക് സൂപ്പ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. സുഗി താൻ ചെയ്ത തെറ്റ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. ഇപ്പോൾ അദ്ദേഹവും ഘൻശ്യാം പിന്നെ താരികയുടെ കടയിൽ അവരെ സഹായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഷെടാ, ചേട്ടന്റെ ഈ മെഷീനിൽ സൂപ്പ് കൊടുക്കുന്നത് ഇനിയും എളുപ്പമായി മാറിയിട്ടുണ്ട്. എല്ലാരും ചേർന്ന് വളരെ സന്തോഷത്തോടെ ജോലി ചെയ്യുന്നു. ഇതോടുകൂടി ഈ കഥയും അവസാനിച്ചിരിക്കുകയാണ്.